ഗായ്സ്, ഞാൻ ഞങ്ങൾ സ്വന്തം ഉടമയായി ഇന്നൊരു കല്യാണത്തിന് പോയാലോ? റെഡിയാവാം. ഓക്കെ, ബാ. അപ്പോൾ റെഡിയായി അമ്പലത്തിലോട്ട് എത്തി. അവിടെ ചെന്നപ്പോഴത്തേക്ക് കല്യാണ സമയമായിരുന്നു. ഞാൻ ബാക്കിൽ നിന്ന് കല്യാണം കാണാൻ പറ്റില്ല, ഫുൾ ആളായിരുന്നു. എന്നാലും കല്യാണമൊക്കെ കഴിഞ്ഞു. ചെക്കനും പെണ്ണും താണ്ടേ ഇറങ്ങി വരുന്നു. ഇതാണ് നമ്മൾ ചെറുക്കൻ്റെ കൂട്ടുകാരാടോ. ചെറുക്കനും പെണ്ണൊക്കെ ഇറങ്ങി വന്ന് നേരെ പോയത് പറയണ്ടല്ലോ, സദ്യ, നമ്മുടെ കൊല്ലത്തെ സദ്യ അതിന് തന്നെയായിരുന്നു. ഇങ്ങനെ തൊടുകറിയെല്ലാം പടപടപടവാന്നും പറഞ്ഞ് ഇലയുടെ ഇതിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴം, പച്ചടി, കിച്ചി, എനിക്ക് കറക്റ്റ് പേരൊന്നും അറിയത്തില്ല. അച്ചാർ, മാങ്ങാച്ചാർ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടു. ഞാൻ വെള്ളം കുടിച്ചു. അപ്പോൾ ചോറ് വരുന്നത്, ഈ തൊടുകറി എന്ന് പറയുന്നത് തൊട്ട് തിന്നാനാണല്ലോ. അതുകൊണ്ട് ചോറ് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ തൊടുകറിയെല്ലാം തൊട്ട് തിന്നലായിരുന്നു എൻ്റെ പരിപാടി. അങ്ങനെ പപ്പടമൊക്കെ ഒടിച്ചൊക്കെ തിന്നു കേട്ടോ ഇച്ചിരി. പിന്നെ ചിപ്സൊക്കെ വന്നു, ചിപ്സ് എടുത്ത് തിന്നു. പിന്നെ ചോറ് വന്നു, അതിലിട്ട് നല്ല പരിപ്പൊഴിച്ചു, പപ്പടം ഇട്ടു. അപ്പോഴത്തേക്ക് നെയ്യ് വന്നു, നെയ്യ് ഒഴിച്ചു. അങ്ങനെ ചോറ് കൊണ്ട് കഴിച്ച് അടുത്ത രണ്ടാമത്തെ ട്രിപ്പ് ചോറുമായി. അത് കഴിഞ്ഞ് സാമ്പാർ വന്ന്, സാമ്പാർ വാങ്ങി. ചോറ് മേടിച്ചില്ല, വയറ് കുഞ്ഞാട്ടോ. അത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പായസം വിളമ്പുന്നുണ്ട്. അപ്പോഴേ കഴിച്ചുകൊണ്ടിരുന്ന ചോറ് അങ്ങോട്ട് ഒതുക്കി ഇലയുടെ സൈഡിലോട്ട് അങ്ങോട്ട് ഒതുക്കി. അടപ്രഥമൻ വന്നു, അതും ഒരു പഴവും കൂടെ എവിടെ അങ്ങോട്ട് തിന്നപ്പോഴത്തേക്ക് നമ്മുടെ ബോളി വന്നു. ബോളി അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ബോളിയും പിച്ചി അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ബ്രഹ്മസലി അതിൻ്റെ പുറത്തോട്ട് വെച്ച് അതും കൂട്ടി ഒരു പിടി. എന്നാ ടേസ്റ്റാ, പറയാൻ വയ്യ. കൊല്ലത്തെ സദ്യ അടിപൊളിയല്ലേ ഞങ്ങളുടെ. അത് കഴിഞ്ഞ് അടുത്ത ചോറ് വന്നു, മേടിച്ചില്ല. പച്ചമോര് വന്നു, പച്ചമോര് മേടിച്ചു. അത് കഴിഞ്ഞ് രസം വന്നു, രസവും മേടിച്ച്. അങ്ങനെ വയറ് നിറഞ്ഞ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ട് മടക്കി. അടിപൊളി ചിമിട്ടായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ, ബെല്ലൈക്കൻ ചിമിട്ട് പോലെ. അപ്പം